നമസ്കാരം. ജൂൺ 4 തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജൂൺ 1 തന്നെ യോഗം ചേർന്ന് കൂടിയാലോചനകളിലേക്ക് കടക്കുകയാണ് ഇന്ത്യ സഖ്യം. 400-ഉം അതിലധികവും പിടിക്കും എന്ന മട്ടിൽ തുടങ്ങിയ BJP ഒന്നാം ഘട്ടം പിന്നിട്ടതോടെ പ്രകടമാക്കിയ ഒരുതരം വിഭ്രാന്തി അവർ കരുതുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന തോന്നൽ പൊതുമണ്ഡലത്തിന് നൽകിയിരുന്നു. ബാലാരിഷ്ടതകളിലൂടെ കടന്നുപോയ ഇന്ത്യ സഖ്യം പ്രാരംഭഘട്ടത്തിലുണ്ടായ അനിശ്ചിതത്വങ്ങൾ പിന്നിട്ട് മിക്ക സംസ്ഥാനങ്ങളിലും താഴെ തട്ടുവരെ ഐക്യത്തോടെ പ്രവർത്തിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഓരോ ഘട്ടം കഴിയും തോറും മുന്നേറിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തങ്ങളുടെ പ്രകടനം വിലയിരുത്തുന്നതിനും ഫലത്തിനു മുന്നോടിയായി തങ്ങളുടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനുമായാണ് ഇന്ത്യ ബ്ലോക്കിലെ ഉന്നത നേതാക്കൾ ജൂൺ 1 യോഗം ചേരുന്നത്. അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ 1 ഉച്ചകഴിഞ്ഞ് നിർദ്ദിഷ്ട യോഗം ഡൽഹിയിൽ ചേരുമെന്നാണ് മുന്നണി വൃത്തങ്ങൾ അറിയിച്ചത്. ജൂൺ 4 വരുന്ന ഫലത്തിനു മുന്നോടിയായി പ്രതിപക്ഷ നേതാക്കൾ തങ്ങളുടെ തന്ത്രങ്ങൾ ചർച്ച ചെയ്യുകയും 7 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിലെ പ്രകടനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുമെന്നും അവർ അറിയിച്ചു. BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുന്നത് തടയാനും സ്വന്തമായി ഒരു സർക്കാർ രൂപീകരിക്കാനും കഴിയുമെന്നാണ് പ്രതിപക്ഷ സഖ്യം ഇപ്പോൾ അവകാശപ്പെടുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തുടർച്ചയായി 3-ാം തവണയും കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണസഖ്യം അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച ഇന്ത്യ ബ്ലോക്ക് നടത്തിയ വമ്പിച്ച മുന്നേറ്റം അവരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും നേടിയ സംസ്ഥാനങ്ങളിൽ പലതും അട്ടിമറിക്കാനും മിക്കവാറും എല്ലായിടത്തും സീറ്റുകൾ പിടിച്ചെടുക്കാനും കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ സഖ്യം. വടക്ക് നഷ്ടപ്പെടുന്നത് തെക്ക് നിന്ന് കണ്ടെത്തും എന്ന BJPയുടെ അവകാശവാദവും പൊളിയും എന്നാണ് ഇന്ത്യ സഖ്യം കണക്കുകൂട്ടുന്നത്. പൂർവ്വ പോളിംഗ് സഖ്യം എന്ന നിലയിൽ ഇന്ത്യ ബ്ലോക്ക് മുന്നിലെത്തിയാലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നില പരിഗണിച്ച് BJPയെ രാഷ്ട്രപതി ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരം സാഹചര്യത്തിൽ കോടികൾ കൈവശമുള്ള BJP ഗവൺമെന്റ് ഉണ്ടാക്കാൻ കുതിര കച്ചവടം നടത്തുമെന്ന കാര്യം ഉറപ്പാണ്. മുന്നണിക്ക് പുറത്തുനിന്നും ഇന്ത്യ ബ്ലോക്കിലെ കക്ഷികളിൽ നിന്നും MP-മാരെ വിലക്കെടുത്ത് ഗവൺമെന്റ് രൂപീകരിക്കാനും അവർ മടിക്കില്ല. തൂക്ക് പാർലമെന്റ് വന്നാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന കാര്യവും ഇന്ത്യ ബ്ലോക്ക് ചർച്ച ചെയ്യും എന്നാണ് അറിയുന്നത്. ഏതായാലും ഏകപക്ഷീയമെന്ന് തോന്നിച്ചു തുടങ്ങിയ തെരഞ്ഞെടുപ്പ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മട്ടിലേക്ക് മാറ്റാൻ കഴിഞ്ഞ ഇന്ത്യ ബ്ലോക്കിന്റെ ആത്മവിശ്വാസം യാഥാർത്ഥ്യമാകുമോ എന്ന് ജൂൺ 4 അറിയാം.